അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ഒരു അടിപൊളി ഒരു നെയ്ച്ചോറും ചിക്കൻ ചില്ലി ഗ്രേവി ടൈപ്പ് ചിക്കൻ ചില്ലി ഉണ്ടാക്കേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് പുറത്ത് അടുപ്പ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിലും അതുപോലെ തന്നെ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ അതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. പൊരിച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മളിത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത് വെള്ളം തിളക്കുന്ന സമയത്തേക്ക് ഇനി നമുക്ക് അരി ഇടണം. അപ്പോൾ വെള്ളം അവിടെ നിന്ന് നല്ല കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ട് അരി കഴുകി നമ്മൾ നേരെ അതിലാവശ്യമുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അരിയും കഴിയിട്ടുണ്ട്. അപ്പോൾ തീ കെട്ടുപോയി കേട്ടോ. തീ കെട്ടുപോയതിന് ശേഷം തീ നന്നായിട്ട് ഊതി എന്താ പറയുക, നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് വിശറി വെച്ചിട്ട് തീ കത്തിച്ചിട്ട് നല്ലോണം തീ കത്തിച്ചതിന് ശേഷം അരി കഴുകി അരി ഇട്ടു കേട്ടോ. അരി ഇട്ടതിന് ശേഷം ഇനി ഒന്ന് അരി വേകട്ടെ. അരി വേകാനായിട്ട് കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ പുറത്തോട്ട് നോക്കുന്ന ഡാനുസ് അവൻ്റെ വണ്ടി കൊണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ്റെ ടിപ്പറിൽ മണ്ണ് കയറ്റിയിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ആതിരയും അതേപോലെ തന്നെ തക്കുടും നയോമിയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിങ്ങൾ ഇവിടെ നെയ്ച്ചോറ് വെക്കുന്നതിൻ്റെ സ്മെല്ല് അങ്ങ് നിങ്ങളുടെ വീട്ടിലടിച്ചോ, അതാ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചേ. അപ്പോൾ അതിൻ്റെ ചിരിയാട്ടോ ചിരിക്കുന്നത്. അപ്പോൾ തക്കുട് ഓടി വന്നിട്ട് നമ്മളെ ചിറ്റീൻ്റെ അടുത്തേക്ക് ഓടി വന്നേ. പിന്നെ അവിടെ ഒരു വലിയൊരു സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ. ചിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കുക, ചിറ്റി ചിറ്റി ചിറ്റിന്ന്. അപ്പോൾ ചിറ്റീനോട് വെറുതെ നെയ്ച്ചോറ് വെക്കുന്നുണ്ടാ, നമുക്ക് നല്ല അടിച്ച് പൊളിക്കാടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ചോറ് ഒരു വിധത്തിൽ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ചോറ് നല്ല ചിക്കി ചിക്കി നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു, നല്ല കറക്റ്റ് അളവായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഈ കൊയൊന്നും ആയിട്ടില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ ജസ്റ്റ് അത് ടേസ്റ്റ് നോക്കി കറക്റ്റായി. അപ്പോൾ കറക്റ്റ് വേവ് കിട്ടിയതിൻ്റെ ഡാൻസ് ആട്ടോ ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നേരെ ചിക്കൻ ചില്ലി ഉണ്ടാക്കട്ടോ. അതിനാവശ്യമായ ഉള്ളി അതുപോലെ ക്യാപ്സിക്കോ വെളുത്തുള്ളി എല്ലാം നമ്മൾ കറക്റ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ നമ്മളെ സലാഡിനുള്ള സാധനങ്ങൾ അരിയുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഇങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിക്കൻ നല്ല മുരുമുരാന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പൈസി ആയിട്ടുള്ള നമ്മൾ ചൈനീസ് ടൈപ്പ് ചിക്കനാണ് കേട്ടോ, ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളൊരു വേവിലാട്ടോ ചിക്കൻ വറുത്തെടുക്കുന്നത്. ബാക്കി നമുക്ക് നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് സോസ് ഒഴിച്ചിട്ടേക്കുമാവും. അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത എണ്ണയിലേക്ക് നമ്മളെ ഉള്ളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ അധികം വാടണമെന്നില്ല, ചെറിയതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം അടുത്ത് നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും ഇട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കോൺഫ്ലവർ നമ്മൾ എന്താ പറയുക കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോൺഫ്ലവർ നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം, വെന്തയല്ല തിളച്ചതിന് ശേഷം നമ്മളിത് സോസ് ഒഴിച്ച് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുവാണേ. അങ്ങനെ ചിക്കനും ഇട്ട് നല്ല അടിപൊളി ചിക്കൻ്റെ ഗ്രേവി ടൈപ്പ് കേട്ടോ. നല്ല നമുക്ക് നെയ്ച്ചോറിന് കൂട്ടാൻ നമ്മൾ കറി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അടിപൊളി നെയ്ച്ചോറും അതേപോലെ തന്നെ നമ്മളെ ചിക്കൻ ചില്ലി ചൈനീസ് ടൈപ്പ് നമ്മൾ ഉണ്ടാക്കി, അതും റെഡി. പിന്നെ ഇതാ നമ്മളെ സലാഡ്, നമ്മളിവിടെ കച്ചമ്പർ എന്നൊക്കെ പറയുക. ജിത്തേൻ്റെ നാട്ടിലൊക്കെയാണ് ഇതിന് വേറെന്തോ പേരാ പറയുക, പേര് മറന്നു കേട്ടാ. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് മക്കളെയും എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. മക്കളൊക്കെ ടി വി കാണണം കേട്ടോ. എല്ലാവരും നമ്മൾ ടി വി കാണുന്നിടത്ത് പോയി വിളിച്ചതാ, എല്ലാം ചോറായി വാ മക്കളെ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി നമ്മളിത് ചോറ് വയ്ക്കാൻ പോകുന്നതാണേ. അങ്ങനെ വിളിച്ചിട്ട് വരുന്നില്ല, ഇവർ ഭയങ്കര ടി വിയിലേക്ക് മുഴുകിയിരിക്കുന്ന. നേതിക്കൊക്കെ എന്താ പറയുക, ഇത് ടി വിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സംഭവം ഇറങ്ങി വരുന്ന പോലെയാണ് അതിൻ്റെ നോട്ടോ. ഇവർ ഞാൻ ചോറായി എന്ന് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, ഇവർ കാർട്ടൂണാണ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാത്തത്. അങ്ങനെ എല്ലാത്തിനെയും ഉന്തി പിടിച്ച് ഞാൻ നേരെ നമ്മളെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ എത്തിച്ച് എല്ലാവർക്കും ചോറ് കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരോടും നമ്മൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, എങ്ങനെയാണ് ചോറിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്, അടിപൊളി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് നമ്മളെ തക്കുടു ഒന്നും ചോറ് കൊടുക്കണ്ടേ. തക്കുടു ഇവരെ കൂട്ടത്തിലായാലും ഇരുന്നാൽ ശരിയാവില്ല. അവൻ നേരെ